ലോട്ടറി വ്യവസായം ഇപ്പം നഷ്ടത്തിലാണോ അതോ ലാഭത്തിലാണോ? ലോട്ടറി വ്യവസായം ഇപ്പം ശരിക്കും പറഞ്ഞാല് നടത്തിപ്പുകാർക്ക് സത്യം പറഞ്ഞാൽ നഷ്ടമാണ്. കാരണം പണ്ടത്തെ പോലെ ചെലവില്ല. പണ്ടത്തെ പോലത്തെ ചെലവ് ഇപ്പൊ ഈ ലോട്ടറിക്ക് ഇല്ല. അതിനുള്ള ഒരു പ്രധാന കാരണം എന്താണെന്നറിയാം നിങ്ങള്? ഈ ആളുകൾ ഇതിപ്പോ 1 കോടിയാക്കി മാറ്റിയില്ല. ടിക്കറ്റിന് 50 റുപ്യ ആക്കി. നേരത്തെ 30 തുടങ്ങി 40 വന്നു, ഇപ്പൊ 50 ഈ 50 ആയതിനു ശേഷമാണ് ഈ 1 കോടിയാക്കിയത്. ദിവസം ഫസ്റ്റ് പ്രൈസ്. സത്യത്തിൽ ആളുകൾ ടിക്കറ്റ് എടുക്കുന്നത് ഈ 1 കോടി മോഹിച്ചിട്ടൊന്നുമല്ല. ഫസ്റ്റ് പ്രൈസ് റിസൾട്ടിന്റെ അകത്ത് ഫസ്റ്റ് പ്രൈസ് നോക്കി തന്നെ ചെയ്യുന്നില്ല. ആദ്യം അവരെന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാല് അവസാനത്തെ 4 അക്കമാണ് നോക്കുന്നത്. അത് സീരിയലോ കാര്യമോ ഒന്നുമില്ലാത്ത ഈ 4 അക്കത്തിന് 5000 മുതൽ 100 റുപ്യ വരെ പ്രൈസാണ്. അപ്പൊ 5000 ആകുന്ന ആളുകൾക്ക് അതിപ്പോ ടിക്കറ്റ് എടുക്കുന്നവർക്ക് നിങ്ങൾ ഷോപ്പിൽ പോയാൽ മനസ്സിലാക്കാം. ആളുകൾ തന്നെ പറയാം എനിക്കൊന്ന് ഒരു 10,000 റുപ്യന്റെ ആവശ്യമുണ്ട്. 2 ടിക്കറ്റ് എടുക്കുമ്പോൾ പറയാതാണ് 10,000 റുപ്യന്റെ ആവശ്യമുണ്ട്. 2,5000 കിട്ടണമെന്നുള്ള ഒരു മോഹമാണ്. അപ്പൊ ആ നിലയിലാവുന്ന ആളുകൾ. ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറെ കാലമായിട്ട് ഈ സംവിധാനങ്ങളൊക്കെ വന്നതിന് ശേഷം ഈ വ്യവസായം തന്നെ വളരെ പരിങ്ങലാണ്. നേരത്തെ നമ്മൾ ഇവിടെ ഒരു ഉദാഹരണം പറയാം. നമ്മളിവിടെ 1100 ടിക്കറ്റ് 1100 150 ടിക്കറ്റ് ഡെയിലി വിറ്റ സ്ഥലമാണ്. ഇപ്പൊ 750 ടിക്കറ്റ് തന്നെ തികച്ചും പോകില്ല. 750 ടിക്കറ്റ് ഇപ്പൊ കൊണ്ടുവരും. അത് തന്നെ തികച്ചും പോകില്ല. ഈ വിശ്വാസ്യത ജനങ്ങൾക്ക് ടിക്കറ്റില് അത് കുറവാണോ? അല്ലെങ്കിൽ ഇപ്പൊ ഈ അടുത്ത കാലത്ത് വിശ്വാസ്യതക്കൊന്നും കുഴപ്പമൊന്നുമില്ല. കാരണം ഇതിനകത്ത് വേറെ എന്തെങ്കിലും തട്ടിപ്പോ അമ്മാതിരിയൊന്നുമില്ല. പക്ഷെ ഇപ്പൊ പിന്നെ വേറെ ഒരു കാര്യമുണ്ട്. ഇപ്പൊ എന്താന്ന് പറഞ്ഞാല് ഇത് സർക്കാരിന്റെ യഥാർത്ഥ വശത്തിലൂടെ പോകുന്ന ടിക്കറ്റ്. ഇതിന്റെ ഒപ്പം എന്ന് പറഞ്ഞാല് നാട്ടിലൊക്കെ തന്നെ മറ്റേ നമ്പർ ടിക്കറ്റ് വ്യാജമല്ല. ഈ എന്താ പറയാ എഴുത്ത് ഒറ്റ നമ്പർ എന്നല്ല പറഞ്ഞാൽ ഒരു എഴുത്ത് ലോട്ടറി എന്ന് പറഞ്ഞിട്ട് ഒരു പരിപാടിയുണ്ട്. അതെന്ന് പറഞ്ഞാല് ഇന്ന് ഫസ്റ്റ് അടിക്കുന്നതിന്റെ നമ്പർ നമ്മളൊരു ഊഹം മുൻകൂട്ടി കാണും. ആ ഊഹം വെച്ചിട്ട് 18-23 ഇന്നത്തെ ഫസ്റ്റ് ആയിരിക്കും എന്നും പറഞ്ഞിട്ട് ഉദാഹരണം പറഞ്ഞാൽ ഞാൻ അത് എഴുതി കൊടുക്കും. അത് ചിലവര് അതിങ്ങനത്തെ കടകളൊന്നുമല്ല, ചിലവരിങ്ങനെ നടക്കുന്നവരുണ്ട്. ഇതിങ്ങനെ എഴുതി വാങ്ങിക്കുന്നവർ അങ്ങനെ എഴുതി വാങ്ങിക്കും. അപ്പൊ അതിന്റെ യഥാർത്ഥ വശം എനിക്കറിയില്ല. അതിനത്രയോ പൈസ എന്നുള്ളൂ. അപ്പൊ അതിന്റെ പൈസയും മേടിക്കും. ഉതകും 3 മണിക്ക് റിസൾട്ട് വരുമ്പോ നമ്മുടെ സർക്കാർ ലോട്ടറിയുടെ റിസൾട്ട് വരുമ്പോ അത് നോക്കിയിട്ടാണ് അതിന് പ്രൈസ്. നിങ്ങൾ പറഞ്ഞതുണ്ടെങ്കിൽ അവന് നല്ലൊരു പൈസ ഉണ്ട്. അതിന്റെ യഥാർത്ഥ വശം എനിക്കറിയില്ല. ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടേ എഴുത്ത് ലോട്ടറി അല്ല ഞാൻ ചോദിക്കുന്നത്. ഈ ലോട്ടറി അന്യ സംസ്ഥാനത്ത് നിന്നും വ്യാജൻ വരുന്നുണ്ടോ? അതൊന്നുമില്ല. അങ്ങനത്തെ ഒരു പരിപാടിയൊന്നുമില്ല. വ്യാജ ടിക്കറ്റ് ഒന്നുമില്ല. വ്യാജ ടിക്കറ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ പ്രൈസ് ടിക്കറ്റ് ഇല്ലാത്ത ചില തിരുത്തലുകൾ വരുത്തിയിട്ട് ചില സമർത്ഥന്മാർ പൈസ കൊടുക്കും. അതിപ്പോ നമ്മളെ പോലത്തെ ആളുകൾക്ക് ഒന്നും അത് നടക്കില്ല. കമ്പ്യൂട്ടർ സംവിധാനം കൊണ്ട് നമ്മൾ സ്കാൻ ചെയ്തിട്ട് പൈസ കൊടുക്കും. 3-ന് 8 ആക്കി 8-ന് 3 ആക്കി ഇമാതിരിയെല്ലാം പരിപാടിയെല്ലാം നടത്തിയിട്ട് ചെയ്യുന്നവര്. അതെ, മറ്റേ വ്യാജ ടിക്കറ്റ് ഒന്നും മാർക്കറ്റില്ല. അപ്പൊ ഇത് ഇപ്പൊ ചെറിയൊരു നഷ്ടത്തിലാണ് ഇപ്പൊ ശരിക്കും പറഞ്ഞാല് നഷ്ടം എന്ന് പറയാൻ പണ്ടത്തെ ലാഭമില്ല. ഈ പ്രൈസുകൾ അതായത് കൂടുതൽ പ്രൈസ് 5000 ഒക്കെ കുറച്ചുകൂടി പ്രൈസ് കൂട്ടിയെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗുണമല്ലേ? അത് 5000 ടിക്കറ്റിന്റെ പൈസ കുറക്കണമെന്നില്ല. 50 തന്നെ ആയിക്കോട്ടെ. അതെല്ലാം ആളുകൾ അതിന് താകെ വന്നു. പക്ഷെ കുറച്ച് പ്രൈസുകൾ കൂട്ടുക വേണ്ട.